വെള്ളാപ്പള്ളി നടേശനെ സെക്രട്ടറി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഹൈക്കോടതി യോഗ്യനാക്കിയിരിക്കുകയാണ്. എങ്ങനെ കാണുന്ന ഉത്തരവിനെ? ഇതൊരു സത്യത്തിൻ്റെ വിജയമാണ്. യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായ ശ്രീനാരായണീയരുടെ വിജയമാണ്. അല്ല, ഒരു തരത്തിൽ പറയാം ഈഴവന്മാർ, പാവപ്പെട്ട ഈഴവന്മാരുടെ വിജയമാണ്. അതായത് അദ്ദേഹം സാധാരണക്കാർ, അതായത് ആർ ശങ്കർ മുതൽ വലിയ ആളുകളും മഹാത്മാരുടെ പരിശ്രമം കൊണ്ടുണ്ടാക്കിയ സ്ഥാപനങ്ങൾ മുഴുവനും അതിൻ്റെ പ്രതിഫലം മുഴുവനും ഇന്ന് അദ്ദേഹം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കാക്കി ഉപയോഗിക്കുന്ന ആളാണ്. ഇത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് 22 കൊല്ലം മുമ്പ് 23 കൊല്ലം മുമ്പേ അയാളെ ഞങ്ങൾ ധർമ്മവേദി എന്നൊരു സ്ഥാപനം ഒരു സംഘടന ഉണ്ടാക്കി എതിർത്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ പണത്തിൻ്റെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ സ്വാധീനം കൊണ്ടോ അതെല്ലാം നമ്മളെല്ലാം തടസ്സപ്പെടുത്തിയവർ. സത്യത്തിനെപ്പോഴും സത്യത്തിന് വിജയിക്കും, അവസാനമേ വിജയിക്കും. ദുഷ്ടന്മാരെ പന പോലെ വളർത്തുമെന്ന് പറയും. അതുപോലെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ എല്ലാം അങ്ങനെയാണ് സംഭവിച്ചത്. പത്മാസറിൻ്റെ കഥ കേട്ടിട്ടുണ്ട് നിങ്ങൾ. പത്മാസറിന് അങ്ങനെയായിരുന്നു. എല്ലാ കാര്യങ്ങളും നേടി, ദുഷ്ടചിന്താഗതിയുടെ എല്ലാ കാര്യങ്ങളും നേടി അവസാനം സ്വയം ഭസ്മമായി മാറുന്നൊരവസ്ഥ. അതാണ് വെള്ളാപ്പള്ളിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതൊരു ഇന്നാട്ടിലെ ഗുരുദേവനെ ആശ്രയിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പാവപ്പെട്ട, അതായത് SNDP യോഗം കൊണ്ടോ അല്ലെങ്കിൽ SN ട്രസ്റ്റ് കൊണ്ടോ വിദ്യാഭ്യാസപരമായിട്ടോ സാമ്പത്തികമായിട്ടോ ആശ്രയിക്കുന്ന എത്രയോ പാവപ്പെട്ടവരെ ഒരു വിജയമാണിത് എന്നാണ് എൻ്റെ അഭിപ്രായം. 2013 മുതൽ കണക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് തുടർച്ചയായിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ അയോഗ്യരാകാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ സർക്കാരിൽ പിഴ നൽകി അങ്ങനെ തുടരുകയാണ് ചെയ്തത്. അതെ, അത് പല കാര്യങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. അതാണ് പറഞ്ഞത്, ഈ പണത്തിൻ്റെ ബലം കൊണ്ടും ആൾ സ്വാധീനം ഉപയോഗിച്ചിട്ടും എല്ലാത്തിനും കൂടെ ആളുണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണ് അതിൻ്റെ സത്യം. പക്ഷെ പണം എന്നുള്ളത് ഇതുകൊണ്ട് മാത്രം അയാൾ നിന്നതാണ്. ആ പണം എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരന് ശ്രീനാരായണ അനുഭവിക്കേണ്ട പണമായിരുന്നു. അതാണ് അദ്ദേഹം സ്വന്തം കാര്യത്തിന് വെച്ച്. ഇത്രയായാലും സത്യത്തിന് എപ്പോൾ അവസാനം വിജയിക്കും, കുറേ സമയം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പം വിജയിച്ചത്. ഇപ്പൊ ഈ വിധിക്ക് അപ്പുറത്തേക്ക് ഇനി ഒരു അന്വേഷണം വേണോ? വിധിക്ക് ഇനിയിപ്പോൾ അവരിപ്പം മേലെ സുപ്രീം കോടതിയും മറ്റോ പോകാമായിരിക്കും. പക്ഷെ അതെല്ലാം ഇവിടുത്തെ സാധാരണക്കാരെ ഗവൺമെൻറ്റും ഇത് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ്, കാരണം അദ്ദേഹം ഇത് മാത്രമൊന്നും എത്രയോ കേസുകൾ അവരുടെ പേരിൽ ക്രിമിനൽ കേസുകൾ കിടക്കുകയാണ്. അതൊക്കെ ഇപ്പം ഉടനോട് ഓരോന്നോരോന്ന് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കാര്യം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇനി ഇലക്ഷൻ അവരെ ആൾക്കാരെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. ഇനി പുതിയ ആര് വന്നാലും ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തികൾ ചെയ്താൽ, അതായത് സാധാരണക്കാരനെ വഞ്ചിക്കുകയും സാധാരണക്കാരൻ്റെ എത്തേണ്ട അവകാശങ്ങളും സമ്പത്തും അത് ഒരാൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുമെന്നാണ് അയാൾക്ക് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനി വരുന്ന കമ്മിറ്റിയെങ്കിലും സാധാരണക്കാരന് ഇവിടുന്ന് ഇതിനെ ആശ്രയിക്കുന്ന എത്രയോ പാവപ്പെട്ട ശ്രീനാരായണീയർ ഇന്ന് ഇതിലുണ്ട്. അവരൊക്കെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവരൊക്കെ സഹായിക്കുന്ന ഒരു ഭരണസമിതി വരണം എന്നാണ് സാധാരണക്കാരെ, ഗുരുദേവനെ വിശ്വസിക്കുന്ന, SNDPയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും അന്വേഷണം നടക്കുന്നുണ്ട്. അത് പലതും അയാൾ കുറ്റക്കാരനെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ആക്ഷൻ എടുത്തില്ല ഇതുവരെ എന്നാണ് സത്യം. തീർച്ചയായിട്ടും ചെയ്യും. ഗവൺമെൻറ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഗവൺമെൻറ്റും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും ചെയ്യുമെന്നാണ്. സുപ്രീം കോടതി പോയാലും അതിനെ എതിർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളപ്പള്ളിയോട് വിരോധമല്ല. ഇവിടെ നിൽക്കുന്ന സമ്പത്തുകളും അവകാശങ്ങളൊക്കെ എല്ലാവർക്കും വീതിച്ച് കൊടുക്കണം. അതാണ് മഹാന്മാരുണ്ടാക്കിയ സ്ഥാപനങ്ങളുടെ പ്രയോജനം ഇവിടെ എല്ലാവർക്കും ലഭിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത്രമാത്രമേ ഉള്ളൂ. പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതെ. അത് നന്നായിട്ട് നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം ഗവൺമെൻറ് പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ കോർട്ടിനെയും ഗവൺമെൻറ്റൊക്കെ വിശ്വസിച്ചിട്ടാണല്ലോ നമുക്കൊക്കെ ഇരിക്കാൻ പറ്റും. ന്യായമായ വഴിയിൽ, ലീഗലായിട്ടുള്ള വഴിയിൽ ഞങ്ങളും എതിർക്കും. തീർച്ചയായിട്ടും ബോധ്യപ്പെടും. സർക്കാരിനോട് ഞങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രഭാവം, അതായത് ഒരു കൃത്രിമമായ പ്രഭാവം അതിൽ എല്ലാം മയങ്ങിപ്പോയാണ്. മനസ്സിലായില്ലേ? ഞാൻ അതാണ് പറഞ്ഞത്. ഭസ്മാസുരൻ എന്നുള്ള കാര്യം ഞാൻ കേട്ടിട്ടുണ്ടോ? അതാണ് അതിൻ്റെ കാര്യം. എല്ലാ കാര്യങ്ങളും നമ്മൾ തപസ് ചെയ്തിട്ടോ അല്ലെ ഏതെങ്കിലും രീതിയിൽ വാങ്ങിക്കും. പക്ഷേ ആ ചെയ്ത കാര്യങ്ങൾ ദുഷ്ടകർമ്മങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കുമ്പോൾ അവൻ മോശക്കാരനായി മാറും. അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചത്.
അത്രയാണ്. ആൾ വളരെ സമർത്ഥനാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ അത് ആ സാമർത്ഥ്യം സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാതെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് സത്യം. കുടുംബസ്വത്ത് പോലെ ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണോ? അതെ അതെ, അത് സാധാരണക്കാരൻ എത്തണം. അതായത് ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ എത്രയോ ഞാൻ റിപ്പീറ്റായിട്ട് പറയാണ്, എത്രയോ ഇവിടെ ഞങ്ങൾ അനുഭവത്തെ കണ്ടതാണ്. അവരൊക്കെ വിദ്യാഭ്യാസം വളരെ മോശമായിട്ടുള്ള, ഒന്നും പഠിക്കാൻ പാടാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത എത്രയോ ആൾക്കാരെ ഞങ്ങൾക്ക് കണ്ടു. അവരൊക്കെ ഞങ്ങൾ മാക്സിമം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും ഞങ്ങളെ സഹായിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ ഇതിൻ്റെ SNDPന്റെ വരുമാനം കൊണ്ട് മാത്രം ഇവരൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. SNDPന്റെ വരുമാനം, SNDPന്റെ വരുമാനം മുഴുവൻ കൊണ്ട് സമ്പാദിക്കും. ഒരു ടീച്ചർ ഒരു അപ്പോയിൻറ്റ് ചെയ്താൽ 70 ലക്ഷം 1 കോടിയല്ലേ വാങ്ങിക്കുന്നത്. അതെവിടെ പോകുന്നു? വാങ്ങിക്കുന്നത് സത്യമാണ്. ഒരു വിദ്യാർത്ഥിൻ്റെ 60 ലക്ഷം 70 ലക്ഷമാണ്, ഒരു 60,000 70,000 ഒരു സ്റ്റുഡൻറ്റ് സ്കൂൾ ചേരുമ്പോൾ ചെയ്യുന്നത്. എവിടെ പോകുന്നു? ഇതൊക്കെ എവിടെയാണ് പോകുന്നത്? കണക്കുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിലാണ് കാര്യങ്ങൾ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കാശിൻ്റെ മുമ്പിൽ അതിൻ്റെ ഷെയർ കിട്ടുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഷെയർ കിട്ടുന്ന ഒരാൾക്ക് അവരെ മൗനം, അവരാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. അയാൾക്ക് വേണ്ടി ശബ്ദം ഉണ്ടാക്കുന്നവർ. ആ ശബ്ദം ഉണ്ടാക്കുന്നവരെ ആ ശബ്ദത്തിൽ ഈ പാവപ്പെട്ടവരൊക്കെ മങ്ങിപ്പോവാണ്. സത്യം അതാണ്.